നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. മൂന്നുപേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ മണ്ഡലത്തിൽ തകൃതിയായിട്ട് തന്നെ പ്രചാരണ പരിപാടികളും വോട്ടർമാരെ കാണാനുള്ള സ്ഥാനാർത്ഥികളുടെ തിരക്കും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഓരോ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ പ്രതികരണമല്ല ലഭിക്കുന്നത്. ഏതായാലും തരൂരിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതിൻ്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്. ബാലരാമപുരം ആലമുക്കിലാണ് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ തരൂരിനെ വളഞ്ഞിട്ട് കൂകി നാണം കെടുത്തി വിട്ടത്. പിന്നാലെ ഇത്തവണ വോട്ട് തരില്ലെന്ന് ആക്രോശിച്ച് പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ ഷാളുകൾ വലിച്ചെറിഞ്ഞു. 15 വർഷമായി വികസനം എത്താത്ത മണ്ഡലത്തിൽ ജനരോക്ഷം ശക്തമാകുന്നതിന്റെ തെളിവാണ് ഇന്നലെ ബാലരാമപുരത്തുണ്ടായത്. 4ാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. എന്നാൽ തരൂരിന് മുൻ വർഷങ്ങളിൽ ലഭിച്ച സ്വീകാര്യത ഇത്തവണ ഇല്ല എന്നതാണ് വാസ്തവം. പാർട്ടി പ്രവർത്തകർ പോലും തരൂരിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ വികസന മുദ്രകളൊന്നും കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ ജനങ്ങളെ ശ്രവിക്കാനോ തരൂർ തയ്യാറായിട്ടില്ലെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ ജനരോക്ഷം ശക്തമാണ്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശക്തമായ മത്സരത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. മാറ്റത്തിന്റെ നാളുകൾ അടുത്തെത്തിയെന്ന് ഉറപ്പായാണ് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. പൊഴിയൂരിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുൾപ്പെടെ രേഖകൾ സഹിതമുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, തീരപ്രദേശത്തെ വോട്ടാണ് ഈ ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇത്തവണത്തെ തരൂരിന്റെ നിലപാടുകളും വിഴിഞ്ഞം തുറമുഖത്തിനോടുള്ള തരൂരിന്റെ നിലപാടുകളെല്ലാം തന്നെ അവിടെ നിന്ന് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത മങ്ങിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും പല മണ്ഡലങ്ങളിൽ പര്യടനത്തിനായി ചെല്ലുമ്പോൾ ശശി തരൂരിനെ അത്ര നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പല്ല നൽകുന്നത് എന്നുള്ളതും സ്വന്തം അണികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. പന്നി രവീന്ദ്രനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ തകൃതിയായി മത്സരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഓരോ സ്ഥാനാർത്ഥികളും നടക്കുന്നുണ്ട്. അതുകൂടാതെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പരസ്പര വെല്ലുവിളികളും അതുപോലെ തന്നെ വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി പണം നൽകി വോട്ട് തേടുകയാണെന്ന ശശി തരൂർ MP-യുടെ ആരോപണത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖറും രംഗത്തുണ്ട്. 3 തവണ MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇപ്പോൾ പയറ്റുന്നത് നിലവാരം തീരെയില്ലാത്ത മൂന്നാംകിട രാഷ്ട്രീയമാണ്. നെഗറ്റീവ് രാഷ്ട്രീയം എൻ്റെ ശൈലിയല്ല. ഞാൻ നിലകൊള്ളുന്നത് പോസിറ്റീവ് നിലപാടുകൾക്കും നാടിൻ്റെ വികസനത്തിനും വേണ്ടിയാണ്. ദയവായി എന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിന് മറുപടി പറഞ്ഞത്. ശശി തരൂരിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അപകീർത്തിപരമായ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചതായും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു. ഒരു MP എന്ന നിലയിൽ ശശി തരൂരിന്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രകടനം സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള നിഷ്ഫല ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന പച്ചക്കള്ളത്തിന് പിന്നിലുള്ളത്. മുൻപ് CA മണിപ്പൂർ വിഷയങ്ങളിൽ പറഞ്ഞതുപോലുള്ള പച്ച നുണയാണ് താൻ പണം നൽകി സാമുദായിക വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നതും എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ പല ചോദ്യങ്ങൾക്കും ശശി തരൂർ മറുപടി പറയേണ്ടി വരുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനെ വെല്ലുവിളിച്ചിട്ടുള്ളത്. ഏതായാലും തകൃതിയായി തന്നെ നേതാക്കൾ തമ്മിലുള്ള പരസ്പര വെല്ലുവിളികളും ഈ ഒരു പര്യടനത്തിനിടയിൽ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.